സിന്ദൂരരേഖ ഭാഗം 85. അമ്മു, എന്നെ നോക്ക്. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും തന്നെ നോക്കാതെ കണ്ണുകളടച്ച് കിതപ്പോടെ കിടക്കുന്നവളെ അവൻ വിളിച്ചുണർത്തി. കണ്ണുകൾ തുറന്നവനെ നോക്കിയപ്പോൾ തന്നെ ആ നോട്ടം തനിക്ക് നേരിടാനാവില്ലെന്ന തിരിച്ചറിവിൽ അവൾ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി. അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് മാറി അവളെ അവനെടുത്ത് മടിയിലേക്കിരുത്തി. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. വീണ്ടും അവൻ പറഞ്ഞതും അമ്മാളും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ നോട്ടത്തിൽ തന്നെ വീണ്ടും അവൻ പറ്റിക്കുകയാണോ എന്നൊരു ഭാവമായിരുന്നു. സർപ്രൈസ് എന്താന്ന് പറയട്ടെ? അവളെ കൊഞ്ചിക്കുന്ന രീതിയിൽ അവൻ ചോദിച്ചതും അവൾ പോലും അറിയാതെ അവൻ്റെ ചോദ്യത്തിന് അവൾ തലയാട്ടിപ്പോയി. വിൽ യു ബി മൈ ഫോർ എവർ? അത് ചോദിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടിയതും ഒരുമിച്ചായിരുന്നു. അവളുടെ നോട്ടം ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്കും അവൻ നീട്ടിയിരിക്കുന്ന കൈകളിലേക്കും മാറിപ്പോയി. അത്യാവശ്യം നീളത്തിലുള്ളൊരു ബോക്സാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനുള്ളിൽ എസ് എന്നും എം എന്നും എഴുതിയിരിക്കുന്ന 2 ലോക്കറ്റുകളുണ്ട്. കൂടെ തന്നെ അതുപോലെ തന്നെയുള്ള 2 മോതിരങ്ങളും. അവൻ കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മറുപടിക്കായി കാതോർത്തിരിക്കുന്നത് പോലെ. അമ്മാളുവാകെ അത്ഭുതത്തോടെ എന്നതുപോലെ അവനെയും അവൻ്റെ കയ്യിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും. പറയ്, ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവുമോ നീ? അവൻ വീണ്ടും അങ്ങനെ എടുത്തു ചോദിച്ചതും അവൾക്ക് എന്തുകൊണ്ടോ മനസ്സിലൊരു സങ്കടമാണ് തോന്നിയത്. വീണ്ടും അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷേ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ ഇരുമിഴികളിലും ചുംബിച്ചിരുന്നു. നമ്മുടെ നിശ്ചയത്തിന് ഈ മോതിരം ഞാൻ നിന്റെ കയ്യിലിട്ട് തരുമ്പോൾ ഒരിക്കലും അത് ആത്മാർത്ഥമായിട്ടായിരുന്നില്ല. ദെൻ ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ ഫോർമാലിറ്റി ആൻഡ് നൗ വിത്ത് ഫുൾ ഓഫ് ലവ്. മേ ഐ? അവളെ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നവൻ ചോദിച്ചു. ഒരു നിമിഷം പോലും എടുക്കാതെ, അടുത്തൊരു നിമിഷം ആലോചിക്കാൻ നിൽക്കാതെ അവൾ തൻ്റെ കൈ അവന് മുന്നിലേക്ക് നീട്ടിയിരുന്നു. അവൻ ഇട്ടുകൊടുത്തതുപോലെ തന്നെ അവളും തൻ്റെ അക്ഷരം എഴുതിയ മോതിരം അവൻ്റെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. കൂടാതെ അവൾ കഴുത്തിലിട്ടിരിക്കുന്ന ചെയിനിൻ്റെ പെൻഡന്റ് മാറ്റി അവൻ തൻ്റെ ലെറ്റർ കൊടുത്തു. തിരികെ അവൻ്റെ മാലയിലെ ലോക്കറ്റിൽ രുദ്രാക്ഷത്തിൻ്റെ കൂടെ അവളുടെ പേരുള്ള ലോക്കറ്റ് വിട്ടു. ആൻഡ് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ? വീണ്ടും അവൻ ചോദിക്കുന്നത് കേട്ടതും അത്ഭുതത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തലയാട്ടി. ഒരാഴ്ചത്തേക്ക് നമ്മളിനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അവൻ പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. എന്തിനാ ഇവിടെ താമസിക്കുന്നത്? അതിനു പിന്നിൽ അവന് കാര്യമായ എന്തോ ലക്ഷ്യമുണ്ട് എന്നവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവൾ അവനോട് ചോദിച്ചു. താൻ ചോദിച്ചാലും ചിലപ്പോൾ അവൻ ശരിക്കുള്ള മറുപടി പറയില്ല എന്നവൾക്കറിയാം. എങ്കിലും വെറുതെ ഇനിയെങ്ങാനും പറഞ്ഞാലോ എന്ന് കരുതി അവൾ വെറുതെ ചോദിച്ചു പോയി. എന്താ, ഇവിടെ താമസിക്കാൻ പാടില്ലേ? നിനക്കിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഞാൻ മനുവേട്ടനെ കൂടുതലും മനസ്സിലാക്കിയതും മനുവേട്ടൻ എന്നെ കൂടുതലും മനസ്സിലാക്കിയതും ഒക്കെ ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് എനിക്കിവിടെ ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരാഴ്ച ഇവിടെ താമസിക്കുന്നതിന് മാഡത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം എന്നോട് തുറന്നു പറയേണ്ടി വരും. അന്നേരം ഇതിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് എന്നോട് പറഞ്ഞാൽ മതി. അവനെ കളിയാക്കുന്ന രീതിയിൽ അല്പം കാര്യമായിട്ട് തന്നെ അമ്മാൾ പറയുന്നത് കേട്ടതും അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. പക്ഷേ അവൻ്റെ ചിരി കണ്ടതും ഒരു നിമിഷം അവൾ അവൻ്റെ പുഞ്ചിരിയിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. ഡോണ്ട് ലുക്ക് ലൈക്ക് ദിസ് അമ്മു. അവൾ അണുവിടെ വ്യത്യാസം വരാതെ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും മനു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഡോണ്ട് സ്മൈൽ ടു മീ ലൈക്ക് ദിസ് ടു. അവൻ പറയുന്ന അതേ രീതിയിൽ അവളും തിരികെ മറുപടി പറഞ്ഞു. ഓ, അങ്ങനെയാണോ? യെസ്, അങ്ങനെയാണ്. 1 വീക്ക് നിന്റെ കോളേജിലേക്ക് വിളിച്ച് ലീവ് പറയും. ലീവോ? എന്തിന്? ഇവിടെ നിന്നായാലും എനിക്ക് കോളേജിൽ പോകാമല്ലോ. അമ്മാളുവിന് വീണ്ടും സംശയം. ഡു വാട്ട് ഐ സെഡ്. മനു അവളുടെ മടിയിലേക്ക് കിടന്നു. ദേ മനുവേട്ടാ, ഇപ്പം തന്നെ ഞാൻ കുറേ ലീവായി. ഇനിയും ലീവോ? 1 വീക്കല്ലേ, ലീവ് എടുക്ക്. മനു വീണ്ടും പറഞ്ഞതും അമ്മാള് പിന്നെയൊന്നും മിണ്ടിയില്ല. മനുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനെന്ത് ഉദ്ദേശിക്കാൻ? ഇല്ല, മനുവേട്ടൻ എന്തൊക്കെയോ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ അഭിനയിക്കല്ലേ. അപ്പോൾ പറ്റുമെങ്കിൽ തനിയെ മനസ്സിലാക്കിയെടുക്ക്. പോടാ. അമ്മാൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ! മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, അമ്മാളുവിൻ്റെ മടിയിൽ കിടന്നിരുന്ന മനു കൃത്യമായിട്ട് താഴേക്ക് ലാൻഡ് ചെയ്തതാണ്. മനു താഴെ നിന്ന് എഴുന്നേറ്റ് അമ്മാളുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അമ്മാളും അവനെ നോക്കി പുരികെ ഉയർത്തി. ഇതിനുള്ളത് ഞാൻ തരാം. എന്തോ അർത്ഥം വെച്ചെന്ന പോലെ അവൻ അവളോട് പറഞ്ഞു. എന്നിട്ടും അമ്മാളും അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. കൊണ്ടുവന്ന ബാഗൊക്കെ എടുത്ത് അമ്മാൾ മുറിയിലേക്ക് പോയി. സാരിയുടെ ഷോൾഡറിൽ പിന്നഴിക്കുന്നതിനിടയിൽ അമ്മാൾ പിറുപിറുത്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാ തുറന്ന് പറഞ്ഞൂടെ? വെറുതെ ഈ സാരിയൊക്കെ എടുത്ത് ചുറ്റി ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി.
അമ്മാളു ഈ പറയുന്നത് കേട്ടുകൊണ്ടാണ് മനു പെട്ടെന്ന് മുറി തുറന്ന് അകത്തേക്ക് വന്നത്. എന്തെങ്കിലും മാഡം പറഞ്ഞോ? അവൾ പറഞ്ഞത് കേട്ടുവെങ്കിലും അവളെ വെറുതെ വട്ടാക്കാനായിട്ട് അവൻ ചോദിച്ചു. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മാളു അവനിൽ നിന്ന് മുഖം തിരിച്ചു. അവൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഷോൾഡറിൽ കുത്തിയ പിൻ മാത്രം അഴിച്ചു. ഇങ്ങോട്ട് വരുന്ന കാര്യം അവൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തതടക്കം അവനാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് ബാഗിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ബാഗിൽ നോക്കിയപ്പോൾ ഒരു ബനിയനും പാൻറ്റും കിട്ടി. കിട്ടിയത് കാര്യമെന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാൻ ഒരുങ്ങി. സാരി മാറാൻ പോവാണോ? ഇല്ല, ഞാൻ ഇതെടുത്ത് നിൽക്കാം. അവൻ വീണ്ടും അവളെ കളിയാക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അമ്മോ! വീണ്ടും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാൻ പോകുന്നവളെ അവൻ വിളിച്ചു നിർത്തി. അവൾ നോക്കുമ്പോൾ അവൻ കട്ടിലിൽ കിടക്കുവാണ്. അവിടെ കിടന്ന് തല പൊക്കി അവളെ നോക്കിക്കൊണ്ടാണ് അവൻ വിളിച്ചത്. എന്താ? സാരി ചേഞ്ച് ചെയ്യണ്ട. മനു പറഞ്ഞതും അമ്മാളും അവനെ സംശയത്തോടെ നോക്കി. ഇന്ന് ഈ സാരി ഉടുത്താൽ മതി. അവൻ പറയുന്നത് കേട്ടപ്പോൾ എന്തോ അമ്മാളുവിൻ്റെ മേലാകെ ഒരു കുളിര് പോലെ തോന്നി. എന്തിനാ? തിരികെ ഇല്ലാത്ത ഗൗരവം ഉണ്ടെന്ന രീതിയിൽ അല്പം ഗൗരവത്തിൽ തന്നെ അമ്മാളും അവനോട് ചോദിച്ചു. ഇവിടെ വാ, പറഞ്ഞുതരാം. കട്ടിലിലേക്ക് തട്ടി അവൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൻ അവളെ വിളിച്ചു. അങ്ങനെ ഇപ്പോൾ വരുന്നില്ല. അത് പറഞ്ഞ് അവൾ ഇടാനെടുത്ത ഡ്രസ്സ് അതുപോലെ തന്നെ തിരികെ പെട്ടിയിലേക്ക് മടക്കി വെച്ചു. അത് കഴിഞ്ഞ് അമ്മാളു തിരിഞ്ഞപ്പോൾ തന്നെ മനു അവളുടെ സാരിയുടെ തുമ്പിൽ പിടിച്ച് വലിച്ച് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അരികിലേക്ക് കട്ടിലിലേക്ക് ഇട്ടിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അമ്മാളു ഒന്ന് ഞെട്ടി. എങ്കിലും മുഖത്ത് ഗൗരവം പിടിച്ചു. ഗുസ്തി വല്ലതുമാണോ എന്നെ എടുത്തടിക്കാനായിട്ട്? അമ്മാളു അവനെ കൂർപ്പിച്ചു നോക്കി. വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് ഗുസ്തിയൊക്കെ ട്രൈ ചെയ്യണമെങ്കിലാവാം. ഞാൻ റെഡിയാണ്. മനു പറഞ്ഞതും അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അമ്മാളുവിന് മനസ്സിലായി. അവളുടെ മുഖം ആകെ ഒന്ന് ചുവന്നു പോയെങ്കിലും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. നിങ്ങൾക്ക് നാണമില്ലല്ലോ. വന്ന് വന്ന് നാവിനൊരു ലൈസൻസ് ഇല്ലാത്തതുപോലെയുള്ള സംസാരമാണ്. അമ്മാളു തൻ്റെ ദേഹത്തേക്ക് അടുത്തടുത്ത് വരുന്നവനെ അകറ്റി നിർത്താനായി അവൻ്റെ നെഞ്ചിലൊന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ മനു അനങ്ങിയില്ല. അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് കിടന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തല്ലേ പറയുന്നത്, ഇനിയും പറയും. മനു അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുകൊണ്ടൊന്നുരസി. മനുവേട്ടൻ ശരിക്കും മാറി. അവൻ്റെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി അവൾ പറഞ്ഞതും മനു ഒന്ന് ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ താൻ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ കാണാൻ അവന് വല്ലാത്ത ഇഷ്ടമാണ്. ചില നേരം അവൾ അങ്ങനെ തന്നെ മാത്രം നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണിലാകെ താൻ മാത്രമായിരിക്കും. അവൾ അവൻ്റെ മുഖമാകെ നോക്കുകയായിരുന്നു. ഇപ്പോഴും അവനെന്നാൽ അവൾക്കൊരു കൗതുകം തന്നെയാണ്. ഇങ്ങനെ നോക്കിയിരുന്നു പോകും. എനിക്ക് വേണ്ടി മാറിയതാണോ? അവളുടെ വീണ്ടുമുള്ള സംശയത്തോടെയുള്ള ചോദ്യം. നിനക്ക് മാത്രം വേണ്ടിയുള്ള മാറ്റമാണ്. മനു പറഞ്ഞതും അമ്മാളും ഒന്ന് ചിരിച്ചു. ആ ചിരിയൊന്ന് പൂർത്തിയാവും മുന്നേ തന്നെ അവൻ തൻ്റെ അതിരങ്ങൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്തിരുന്നു. ചുംബനം അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്നും അവളുടെ കവിളിലൂടെ കഴുത്തിലേക്ക് എത്തിയിരുന്നു. അമ്മാളു അവൻ്റെ ഷോൾഡറിൽ അങ്ങനെ അമർത്തി പിടിച്ചു. ദേഹാകെ കുളിർന്നു കയറുന്നത് പോലെയോ പൊള്ളിപ്പിടയും പോലെയോ ഒക്കെ തോന്നി അവൾക്ക്. അവളായി അഴിച്ചു വെച്ചിരുന്ന സാരിയുടെ മുന്താണി അവൻ്റെ കൈകളാൽ അവളുടെ തോളിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റിയിരുന്നു. അവളുടെ മാറുകളിലേക്ക് ചേക്കേറാൻ അവന് അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. ഏതോ ഒരു ഉൾപ്രേരണയിൽ ചെയ്തു തുടങ്ങിയതാണെങ്കിലും അവളിൽ നിന്നൊരു മടക്കം അന്നേരം അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ പോലും അറിയാതെ അവളിൽ അവൻ്റെ കരങ്ങളും ചുണ്ടുകളും അലഞ്ഞു നടന്നു. ഉടയാടകളെല്ലാം ഓരോന്നായി അഴിഞ്ഞു വീണു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. കണ്ണടച്ച് ശ്വാസം എടുക്കുന്നവളെ അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി. ഒരു ചെറുവിരൽ കൊണ്ടുപോലും അവൾ അവനെ തടയാൻ ശ്രമിച്ചില്ല. അവൻ്റെ കൈകളാൽ അവളിലുള്ള അവസാനം അറയിൽ നീങ്ങുന്നത് അവൾ അറിഞ്ഞു. കണ്ണു തുറക്കാനാവാത്ത വിധം നാണം അവളെ പൊതിഞ്ഞു. അമ്മു. ചുണ്ടിനരികിലായി അറിയുന്ന അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം. അവളുടെ ശരീരമാകെ കോരിത്തരിച്ചുപോയി. അമ്മു, ലുക്ക് അറ്റ് മീ. അവൻ്റെ ശബ്ദത്തിൽ പിടച്ചിലോടെ അമ്മാളു കണ്ണു തുറന്നു നോക്കിയിരുന്നു. മുന്നിൽ തന്നെ ആകെ പിടിച്ചുലയ്ക്കാൻ പാകത്തിന് നിൽക്കുന്ന അവൻ്റെ മുഖഭാവം കണ്ടതും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. ഞാൻ മേ ഐ ഹാവ് യു ബൈ ഓൾ മീൻസ്? അവൻ്റെ കണ്ണുകളിൽ യാചന പോലെ ഒരു ഭാവം, പക്ഷേ അതിൽ കൂടുതലായി അധികാരഭാവം ഉള്ളതുപോലെ. അവൾ മറുപടി പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ഷോൾഡറിലിരുന്ന തൻ്റെ കൈ അവൻ്റെ കവിളിൽ വെച്ച് അവൻ്റെ മുഖം തനിക്ക് നേരെ അടുപ്പിച്ച് അവൾ അവൻ്റെ ചുണ്ടുകൾ സ്വന്തമാക്കിയിരുന്നു. അത്രയും പതിയെ അവളെ സ്വന്തമാക്കുമ്പോൾ അവനേക്കാൾ ഒരു പടി മുകളിൽ സന്തോഷം അവൾക്ക് തന്നെയായിരുന്നു. സന്തോഷത്തേക്കാൾ ഉപരി ഇരുവരിലും അന്നേരം സംതൃപ്തിയായിരുന്നു. ആദ്യം വേദനയോടെ അവളിൽ നിന്നും വന്നിരുന്ന ശബ്ദം അവനെ തെല്ലൊന്ന് വേദനിപ്പിച്ചു. എങ്കിലും പിന്നീടുള്ള ശീൽക്കാരങ്ങൾ അവനെ ഉന്മാദത്തിലാക്കി. അവളിൽ അങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ ഇന്നുവരെ അറിയാത്തൊരു അനുഭൂതി രണ്ടുപേരും അറിയുകയായിരുന്നു. അവളിൽ നിന്ന് അകന്നു മാറി അവൻ അവളുടെ അരികിലേക്ക് കിടന്നു.
രണ്ടുപേരിലും ഒരുപോലെ കിതപ്പ് നിറഞ്ഞു. അമ്മു. അവൻ വിളിക്കുമ്പോഴും അവളിൽ കിതപ്പ് തന്നെയായിരുന്നു. വിളി കേൾക്കാനുള്ള ശക്തി പോലും ഇല്ലാത്തതുപോലെ. നൗ യു ആർ മിസ്സസ് സംസ്കൃതി മാനവർമ്മ ബൈ ഓൾ മീൻസ്. ചെവിക്കരികിൽ വന്ന് അവൻ പറയുമ്പോൾ ആകെ കുളിര് തോന്നിയതുപോലെ അമ്മാളും അവളുടെ കഴുത്തൊന്ന് വെട്ടിച്ചു. ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരി തന്നെയായിരുന്നു. വേദനിച്ചോ? വീണ്ടും അവൻ്റെ ചോദ്യം. അവളുടെ കണ്ണുകളൊന്ന് പിടച്ചു. മുകളിലേക്ക് നോക്കിയാണ് ഇപ്പോഴും അവൾ കിടക്കുന്നത്. അവനെ നോക്കാനാവുന്നില്ല. അവൾ തന്നെ നോക്കുന്നില്ലെങ്കിലും അവൻ്റെ നോട്ടം ഇപ്പോഴും അവളിൽ തന്നെയായിരുന്നു. അവളിലെ നാണം അവനെ നോക്കാൻ അനുവദിക്കുന്നില്ലായിരുന്നു എന്നതാണ് സത്യം. അത് മനസ്സിലാക്കിയതുപോലെ മനു അവളെ ഒന്നാകെ എടുത്ത് തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് കിടത്തി. അമ്മു. അവൻ അവളുടെ മുഖം തനിക്ക് നേരെ ഒന്ന് തിരിച്ചു. അമ്മാളും അവനെ നോക്കി. കരഞ്ഞതുകൊണ്ടാവും അവളുടെ കണ്ണുകളാകെ ചുവന്നിരിക്കുന്നു. വേദനിച്ചോ ഒത്തിരി? അവൾ ഇല്ലെന്ന പോലെ തലയാട്ടി. എന്താ, വായിൽ നാവില്ലേ? അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.